ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നലത്തെ ടെക്നിക്കൽ വ്യൂവിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈഫ് നിഫ്റ്റി ക്ലോസ് 900 ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് അതേസമയം പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു അച്ചീവ് ഓർ ഹിറ്റ് 14,000 ലെവൽസ് എന്ന്. പക്ഷേ ഇന്ന് 960 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ മെയിൻ, അത് ബുൾസ് കുഡിൻ ബ്രേക്ക്. They were really under pressure, a lot of selling pressure. Obviously അവിടെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് നടന്നു. ആൻഡ് ഒരു ഷാർപ്പ് ഫോൾ എന്ന് പറയാനില്ല, എന്നാൽ പോലും ഒരു 90 to 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ തന്നെയായിരുന്നു, വിച്ച് ഹിറ്റ് 13,870 ആ ഒരു സോണിലേക്ക്. അവിടെ നിന്ന് മാർക്കറ്റ് റീകൂപ്പ് ചെയ്യായിരുന്നു. ആ ഒരു റിക്കവറി ഒരു സ്മാർട്ട് റിക്കവറി എന്ന് പറയാൻ പറ്റില്ല, വെരി സ്ലോ റിക്കവറി തന്നെയായിരുന്നു. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് ഒരു ചോപ്പി കൈൻഡ് ഓഫ് സൈഡ് വേസ് മാർക്കറ്റ് തന്നെയായിരുന്നു. ലാസ്റ്റ് അവറിൽ ഒരു 30 to 40 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,932 ക്ലോസ് ചെയ്യായിരുന്നു. നാളെയും ഒരു ഗ്യാപ്പ് അപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ബിക്കോസ് US മാർക്കറ്റ് ഹയറിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിട്ടുള്ളത് റിയലി പോസിറ്റീവ് മോഡ്സിൽ തന്നെയാണ്. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആൻഡ് പ്ലസ് നമ്മുടെ SGX നിഫ്റ്റി ഓൾറെഡി 14,000 ക്രോസ് ചെയ്തു ഫ്യൂച്ചേഴ്സ്. സോ ഇതെല്ലാം ആകെ കൂട്ടി നോക്കുമ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പോഴുകൂടി ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ഇതെല്ലാം മാറി മറിയാൻ മണിക്കൂറുകളും നിമിഷങ്ങളും മതി. ബട്ട് അറ്റ് പ്രസൻറ്റ് ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട്സ്, 14,000 നാളെ ഹിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ നാളെ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട, നാളെ എന്നല്ല, ഇനിയിപ്പോൾ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട, 7,500ലേക്ക് മടങ്ങി പോയിക്കോട്ടെ. യു ഷോർട്ട് ദ മാർക്കറ്റ്, ജസ്റ്റ് ഷോർട്ട് ഇറ്റ്. നിങ്ങൾക്ക് മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുക, അടിയിലേക്ക് പോകുമ്പോഴും യു ക്യാൻ മേക്ക് മണി. ഇത് ഞാൻ പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെല്ലാം അറിയുന്നതാണ് എല്ലാവർക്കും, പക്ഷേ അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടിയും ഇതിൻ്റെ ഒപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. വൈസ് ട്രേഡേഴ്സ് ഓൾവേസ് ഷോർട്ട് ദ മാർക്കറ്റ്. അത് മനസ്സിൽ വെച്ചോളൂ. ഹൗ ദേ മേക്ക് മണി? ഓൺലി ഷോർട്ടിങ് ദ മാർക്കറ്റ്. ഓക്കെ, ബുൾ മാർക്കറ്റിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തുകൊണ്ടാണ് സർവൈവ് ചെയ്യുന്നതും ബില്യനേഴ്സ് ആവുന്നതും. ഓക്കെ, സോ ഈ ഒരു ഇൻഫർമേഷൻ പുതുതായിട്ട് അറിഞ്ഞതാണെങ്കിൽ പ്ലീസ് റിക്വസ്റ്റാണ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റൈറ്റ് നൗ. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റ് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 13,932 59 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 47,613 259 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 31,322 441 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,873. ഇന്നത്തെ ഓപ്പണിംഗ് 13,910. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,967. ഡേ ലോ വാസ് 13,859. ആൻഡ് 59 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 13,932 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് സ്മോൾ ബോഡീഡ് ബുള്ളിഷ് ക്യാൻഡിലാണ്. നിഫ്റ്റീസ് കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ഫസ്റ്റ് സപ്പോർട്ട് സീൻ അറ്റ് 13,870. സെക്കൻഡ് ഈസ് 13,810. അതേസമയം റെസിസ്റ്റൻസ് ലെവൽസ് 13,970 സെക്കൻഡ് 14,020 മൈ ഡിയർ ട്രേഡേഴ്സ്, എസ്പെഷ്യലി ബിഗിനേഴ്സിനോട് ഞാൻ ഈ കുറേ നമ്പേഴ്സ് പറയുന്നുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് പോകരുത്. ഈ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ, എസ്പെഷ്യലി കീ ലെവൽസ്, ഓക്കെ, സോൺ വിട്ടോളൂ. കീ ലെവൽസ് ആ ഒരു ഏരിയ എപ്പോഴും നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ കീ ലെവൽസ്, ബിക്കോസ് അവിടെ നിന്നാണ് മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബ്രേക്ക് ഡൗൺ ആവാം, ബ്രേക്കപ്പ് ആവാം, ഓക്കെ, ഫാൾസ് ബ്രേക്ക് ഔട്ട് ആവാം. സോ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇഗ്നോർ ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇത് കുറേ നമ്പേഴ്സ് ഇവൻ പറയുന്നില്ല, എന്താ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന നമ്പേഴ്സ്. ഈ നമ്പേഴ്സാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഫ്രണ്ട്സ് 441 ഒരു ക്ലൈംബിംഗ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് 31,322 ക്ലോസ് ചെയ്തു. ആൻഡ് സപ്പോർട്ട് ലെവൽ ഫസ്റ്റ് കാണിക്കുന്നത് 31,090 ആണ്. അതേസമയം സെക്കൻഡ് 30,860. റെസിസ്റ്റൻസ് ഫസ്റ്റ് 31,450 സെക്കൻഡ് ഈസ് 31,550. നെക്സ്റ്റ് ഓപ്ഷൻ ഡാറ്റ.
കോളിൻ്റെ മാക്സിമം OI കാണാൻ കഴിയുന്നത് 14,000 ആണ്. സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 അതേസമയം കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,300 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,100 തേർഡ് ഈസ് 14,000 കോൾ അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ 13,800 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,700 ആൻഡ് തേർഡ് ഈസ് 14,500 പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റയിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800 തേർഡ് ഈസ് 13,400 റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 13,900 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800 തേർഡ് ഈസ് 14,000 ആൻഡ് പുട്ടിൻ്റെ അൺവൈൻഡിങ് പുട്ടിൻ്റെ അൺവൈൻഡിങ് സാധാരണ അധികം നടക്കാറില്ല ബട്ട് ടുഡേ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് ഈസ് 13,200 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,600 തേർഡ് ഈസ് 13,700 സ്ട്രൈക്സിലുമാണ് ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,700. നെക്സ്റ്റ് ഈസ് FIs ആൻഡ് DIs ഡാറ്റ. DIസിൻ്റെ ഭാഗത്ത് നിന്ന് 2020 അതായത് 2020 ഒരു സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്. അതേസമയം FIസിൻ്റെ ഭാഗത്ത് നിന്ന് 2,350 crore ബൈയിങ് നടന്നിട്ടുണ്ട്. നോട്ട് ബാഡ് ഫ്രണ്ട്സ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ഓർ നിങ്ങളുടെ റഡാറിൽ ആഡ് ചെയ്യാൻ ഞാനൊരു 2 സ്റ്റോക്സ് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് വൈശാലി ഫാർമ, സെക്കൻഡ് വൺ ഈസ് JSPL ജിൻഡാൽ സ്റ്റീൽ പവർ ലിമിറ്റഡ്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്തോളൂ. വെൻ എവർ യു ഗെറ്റ് ചാൻസ് ബുക്ക് ദ പ്രോഫിറ്റ്. ഓക്കെ, എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ത്രൂ NSE വെബ്സൈറ്റ്. പിന്നെ വേറൊരു ന്യൂസ് ഉള്ളത് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു. ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, ന്യൂസ് ഇന്നലെ തൊട്ടുള്ളതാണ്. പക്ഷേ ഈ വരുന്നത് കൊണ്ട് പല കമ്പനികൾക്കും അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, എന്നാൽ ചില കമ്പനികൾക്ക് അതിൻ്റെ ഭയങ്കര ദോഷങ്ങളുണ്ട്. വി വിൽ ഡിസ്കസ് ദാറ്റ് വൺ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഒരു ഇമ്മീഡിയറ്റ് നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു എക്സ്പയറിക്ക് മുന്നേ, അതായത് വിത്തിൻ 2 സെഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ദാറ്റ് വുഡ് ബി 13,800 to 14,100 ലെവലായിരിക്കും. ആൻഡ് നാളെ ഇപ്പോൾ 14,000 അബോവ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആസ് ഐ സെഡ് 14,020 ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, ആൻഡ് 14,060 അതിൻ്റെ ഇടയിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തായാലും പ്രതീക്ഷിക്കാം. ഷോർട്ട് കവറിങ് ധാരാളം. ഓക്കെ, എന്താ പറയുക, അതിഭയങ്കരമായിട്ടുള്ള ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു 150 എബോവ് പോയിൻറ്റ്സിൻ്റെ ഒരു ഫോള് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അറ്റ് സെയിം ടൈം നാളെ ഒരു നല്ലൊരു ഗംഭീര ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിഫ്റ്റി നാളെ തന്നെ 14,500 ഹിറ്റും. അതാണ് മാർക്കറ്റ്. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ് ആയിട്ടിരിക്കാം. ഓക്കെ, ട്രാപ്പിൽ പെടരുത്. ലോങ് പൊസിഷനുള്ളവർ ബി കെയർഫുൾ. നല്ലൊരു സ്റ്റോപ്പ് ലോസ് എപ്പോഴും ടൈറ്റായിട്ട് കീപ്പ് ചെയ്യാം. അതർവൈസ് ഗൈസ്, ഓക്കെ, നാളെ എന്തായാലും നല്ലൊരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡിസ്ക്ലൈമർ, ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. മൈ വ്യൂ മേ ഗെറ്റ് റോങ്. ഐ ഹാവ് ഓൾ റൈറ്റ്സ് ടു ബി റോങ്. Don't follow it blindly. Do your own study or analysis, or consult a financial advisor before you enter the market or trade. That is always better for you. And please don't forget to subscribe my channel. Hit the like button. Share it. Money and the tin ting. Happy trading. Take care. Good night.